നീ എന്തിനാ ദേവി കോയിൻ തൊടാൻ പോയേ? എല്ലാ ത്രില്ലും കളഞ്ഞു രണ്ടാളും കൂടി. ഒരു പാവ ആത്മാവാണെന്ന് തോന്നുന്നു വന്നത്. ഒന്ന് ചോദിക്കാൻ പോലും പറ്റിയില്ല ആരാന്ന്. ആണാണോ പെണ്ണാണോ, എവിടെയാ നാട്, എങ്ങനെയാ മരിച്ചത് ഒക്കെ ചോദിക്കായിരുന്നില്ലേ? എങ്ങനാ രണ്ടാളും കൂടി നശിപ്പിച്ചില്ലേ? അല്ല, നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയേ? ഗുഡ് സ്പിരിറ്റ് ഒരിക്കലും ഉപദ്രവിക്കില്ല. ഇല്ല, പിടിച്ച് കിസ് ചെയ്യും. വന്നതൊരു പൂവാലന്റെ ആത്മാവല്ലേ? 3 പെൺകുട്ടികളെ വിളിച്ചപ്പോ ഓടി വന്നിരിക്കാം. എന്റെ മീനാക്ഷി, കുറച്ചു കാലം കൂടി എനിക്ക് ഈ ഭൂമി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഇതെന്താ വീടോ അതോ യക്ഷിയമ്പലോ? മീനാക്ഷി, എനിക്ക് പേടിയാവുന്നു. എന്താ ഈ പറയുന്നത്? കാളി ഗായത്രി യക്ഷി അടുത്ത് വരില്ല. ആരോട് ചോദിച്ചിട്ടാ മുറി കയറിയത്? വെറുതെ ഇരിക്കുമ്പോ കളിക്കാനുള്ള ലോജോ ബോർഡ്. സോറി. അപകടം എവിടെ ഇരിക്കുന്നുവോ അവിടെ തല കൊണ്ടില്ലെന്ന പ്രായമാണ്. എനിക്കത് മനസ്സിലാവും. പക്ഷേ അവിടെ കണ്ടതെല്ലാം മറന്നേക്കൂ. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. തമ്പുരാട്ടി, എനിക്കും സിമിക്കും ഒന്ന് പുറത്തു പോണായിരുന്നു. പേടിച്ചു പോയല്ലോ. എന്താ കിതക്കുന്നേ? അവൻ ഞങ്ങളെ കണ്ടു. ആര്? ആ റാസ്കൽ ജിത്തുരാജ്. അവൻ ഞങ്ങളെ കുറെ ഫോളോ ചെയ്തു. ഈ വീട് അവൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ ഈ സിറ്റി വിട്ട് പോയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. ഇനി സൂക്ഷിക്കണം. നീ ചാക്കോയെ വിളിക്കേ. ഇതത്ര സീരിയസ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. നീ പേടിക്കാതിരിക്കേ. ഞാൻ വേണ്ടത് ചെയ്തോളാം. പോരെ? എത്ര നാളായിടെ കണ്ടിട്ട്. എടാ, നീ എന്നെ മറന്നില്ലപ്പോ. നീ മാത്രമായിരുന്നു കോളേജിൽ എന്നെ ബീവിന്ന് വിളിച്ചിരുന്നത്. ഈ വിനോദ് വർഗീസിനെ. മതി പഠിത്തൊന്നും പറഞ്ഞ് ഇറങ്ങി പോയിട്ട്. ഇപ്പൊ എന്താ നിന്റെ പരിപാടി? എന്ത് പരിപാടിയടാ? വീട്ടുകാരുടെ സ്വത്തൊക്കെ ഇങ്ങനെ തിന്ന് ഒഴിച്ച് നടക്കുന്നു. അതുകൂടാതെ ചെറിയ ഫൈനാൻസ്, ചില നമ്പർ 2 ബിസിനസ്, പിന്നെ അതൊക്കെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ചെറിയ ലോ ആൻഡ് ഓർഡർ ലംഘനം. പറയടാ, പിന്നെ എന്തുണ്ട് സമാചാരം? അളിയാ, നിന്നെ ഞാൻ കണ്ടത് കറക്റ്റ് ടൈമില്ല. എന്താടാ പ്രോബ്ലം വല്ലതും ഉണ്ടോ?
എന്റെ വുഡ് ബി പഠിക്കുന്ന ഇവിടുത്തെ കോളേജിൽ. അവളുടെ പിന്നാലെ ജിത്തുലാൽ എന്ന പേരിൽ ഒരു കൊച്ചു വായി നോക്കി. അവനെ നമുക്കൊന്ന് കാണണം. ജിത്തുലാലോ? അതാരതാ ഈ കക്ഷി? വാ പറയാം. ഇതാണ് ഞാൻ പറഞ്ഞ കൊട്ടാരം. വാ. ഇതോ? ആ, ഇവരെ താമസിപ്പിക്കാൻ പറ്റിയ ഏറ്റവും സേഫായ സ്ഥലം ഇതാ. പുറത്തുനിന്ന് ഒരാളും ഡോക്ടറെ പിടിച്ചിങ്ങോട്ട് വരില്ല. ഹലോ ഏഞ്ചൽസ്. ഹായ്. വിനോദ്, ഇതാണ് നമ്മുടെ 3 റോസസ്. സിമി മീനാക്ഷി ദേവി. ഒറ്റ തലയും 2 വാലും. ഒരു അപൂർവ സിദ്ധിയാവണേ. ഹലോ. ഹലോ. ചാക്കോ എന്നൊരു ആവശ്യം പറഞ്ഞ എങ്ങനാ പറ്റില്ല എന്ന് പറയാ? ഇന്നു മുതൽ എന്റെ പിള്ളേരുണ്ടാവും ഈ വീടിന് ചുറ്റും. പിന്നെ ഇതിനകത്ത് കിടക്കണമെങ്കിൽ അവർ സമ്മതിക്കണം. അതുപോലെ ആരാ പുതിയ അതിഥി? തമ്പുരാട്ടി, ഇതെന്റെ സുഹൃത്താണ് വിനോദ്. ഇറങ്ങടോ. ഞാൻ അറിയാതെ ആരും ഈ വീട്ടിൽ പ്രവേശിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. തമ്പുരാട്ടി, ഇവൻ. എക്സ്ക്യൂസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. തമ്പുരാട്ടി. എന്താടാ ഞാൻ വന്നത് പ്രശ്നമായോ? തമ്പുരാട്ടി ഒരു പ്രത്യേക ടൈപ്പാ. ഇപ്പൊ നമുക്ക് പോവാം. പോയേക്കാം അല്ലേ? പോട്ടെ, പോയിട്ട് വരാം. സോറിടാ. അവരെന്താ തമ്പുരാട്ടി ഭയങ്കര ദേഷ്യത്തിലാണ്. നീ ചെന്നൊന്ന് തണുപ്പിക്കാൻ. ഒന്ന് പോയി നോക്ക്. തമ്പുരാട്ടി, തമ്പുരാട്ടി. മീനു. മീനാക്ഷി. മീനാക്ഷി. മീനാക്ഷി, മീനു, നിനക്ക് എന്താ പറ്റിയത്? അവിടെ പൂച്ചക്കണ്ണുള്ളൊരു പെണ്ണ് എന്നെ തുറച്ചു നോക്കി. പെണ്ണോ? നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ലെന്നല്ലേ അവര് പറഞ്ഞത് മീനാക്ഷി? ഇനി ചിലപ്പോ അന്ന് കണ്ട വേലക്കാരന്റെ ഗോസ്റ്റേ ഭാര്യയുമായിട്ട് വന്നതായിരിക്കും. ദേവി, നിനക്കൊക്കെ തമാശ കേട്ടോ. മീനാക്ഷി, ഈ വീട് പ്രേതാലയോ മീനാക്ഷി? എനിക്കിപ്പോ തോന്നുന്നു ആ തമ്പുരാട്ടിയും. വണ്ടി ഒരു ജീപ്പിലിടിച്ചു. അയ്യോ, ആ ജീപ്പിന്റെ ഒരു പൊടി പോലും കിട്ടില്ല. അയ്യോ, ഇനിയിപ്പോ ഉടനെ ഒന്നും വണ്ടി നീങ്ങും തോന്നുന്നില്ല. ഇരുട്ടിയാപ്പനെ മല കയറാൻ പാടാ. നിങ്ങൾ എന്റെ ബാഗ് കൂടി എടുത്തോണേ. ഇനി എന്താ വഴി ഉണ്ടാക്കാം, നീ വാ. നമ്മൾ എന്തിനിപ്പോ അവിടുന്ന് ഓടിപ്പോന്നെ? ഭയങ്കര ബോറായി പോയി. മനുഷ്യരായി കുറച്ച് ദയൊക്കെ വേണം. ആ, റോഡ് ആവുമ്പോ ആക്സിഡന്റ് ഉണ്ടായെന്ന് ആളുകൾ മരിച്ചു നോക്കിയിരിക്കും. അവിടെ പട്ടാളവും പോലീസും ഒക്കെ വന്നാൽ നിങ്ങൾക്ക് ആകെ പ്രശ്നമാവില്ലേ? എത്ര പേരവിടെ മരിച്ചിട്ടുണ്ടാവുമോ എന്തോ. എന്തു വലിയ കൊക്കയായിരുന്നു അത്. മരിച്ചവര് മരിച്ചു. അവിടെ നമ്മൾ നിന്നിട്ട് എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ. ഇനിയിപ്പോ നമ്മൾ എങ്ങനെ അവിടെ എത്തുന്നുള്ള കാര്യം ആലോചിക്കും. നമുക്ക് നടക്കാന്നേ. വല്ല കാളവണ്ടിയെങ്കിലും കിട്ടുമെന്ന് നോക്കാം. വാ, നടക്കും. ഹലോ. ഓയ് ചേട്ടാ, വണ്ടി ഹലോ.
അണ്ണാ ഞങ്ങൾക്കൊരു ഹോട്ടൽ വിളയറിയാ ഇല്ല അണ്ണാ, ഒരു ലിഫ്റ്റ് വേണം. എന്നാ അണ്ണാ ലിഫ്റ്റ് എന്നാ ലിഫ്റ്റ് അണ്ണാ എന്നാ ഞങ്ങക്ക് നെല്ലിയാമ്പതി വരെ ഒന്ന് പോണം, ഒരു ലിഫ്റ്റ് തരുമോ? നെല്ലിയാമ്പതി വരേക്ക് പൊതുമാ ശരി, പിന്നാടി ഇറങ്ങും. താങ്ക്സ് അമ്മ. താങ്ക്സ് എല്ലാം വേണ 100 രൂപ. ഓ തരാം. ഏറ് പിന്നാടി ഏറ്. ഇതെന്താ സഞ്ചരിക്കുന്ന മാർക്കറ്റോ? ഇവിടെ ഇരിക്കും സുനി. പോലാമാ എന്നാ ഹലോ, ഞാനാ താങ്ക് യു. ഇതേതായി കുരിശ്? இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാള് കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ഉണ്ട് തമ്പിയേ. ഓ ദയോട്. പതുക്കെ. സോറി, ഞാൻ അടിച്ച ബ്രാൻഡ് മാറിപ്പോയി, അതാ ഈ താളം തെറ്റേ. മാറ്റമുണ്ടോ? എന്തല്ലേ എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രെയിൻ ഓ വേണ്ടേ. ഒരിക്കലും മറക്കില്ല കേട്ടാ. താങ്ക് യു. സോറി. By the way, I am Ram, Rekhu Ram. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ, ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല നിയാ, സത്യമായിട്ടും ഇല്ല. അല്ല, ഇവിടെ ഇരുന്നാ എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടൻ അങ്ങോട്ട് മാറിയിരുന്നേ. അങ്ങോട്ട് മാറിയിരിക്കാൻ. എഴുന്നേക്കണോ? ഇവിടെ ശരി, ഞാൻ ഇറങ്ങിയേക്കാം. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படியല്ലോ சின்ன பசங்க மாதிரி சார் வந்து ஃப்ரண்ட்லயே உட்காருங்க. അത് ഞാൻ നീ എൻ നൻപൻ. ഉൻ പേരെന്ന? என் பேரா ചീരവേലു പാണ്ഡ്യൻ. ആനാ ഞാൻ ഉന്നെ ചീരുന്നേ വിളിക്കും. ஆமா சார், സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. എടാ ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ, എനിക്ക് വന്ന് ചിന്ന വയസ്സിലേ കൂമ്പ് പാടി പോச்சு. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. പെണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പഴേ ചേട്ടാ, ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പൊൻവഴിയില്ലേ പെങ്ങളെ. എടാ ചീരു, നീ വണ്ടി എടുക്കണം. ബാക്കി നമുക്ക് ഇലിശേഷിക്കും. എന്തോ ഇത്? വണ്ടി എടുക്കണ്ട ചീലുകുട്ടാ. റെഡി തലവരെ. വണ്ടിക്ക് ഏതോ ചിന്ന പ്രോബ്ലം. ഒരു നിമിഷം. എന്നാ ചീരു, എന്നെ പ്രോബ്ലം? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிரலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே, நான் தனியே பண்ணிரலாம். நான் சரி பண்ணிரலாம். നീ ശരി പണിയില്ലേ, എനിക്കൊരു കുഴപ്പമില്ല. അതെ, ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാള് വെള്ളം അടിച്ച് ഊര് തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ, ഇത് വലിയ കോടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ല, ഞാൻ അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടണം പ്ലീസ്. അണ്ണാ ഇതുപോലെ നടക്കോ? ഇല്ല തമ്പി, നാളെ കാലയില് മെക്കാനിക്ക് വരെ വേണം. എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ നിന്ന് ഒരു അടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു വേല പണലാമേ. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൊങ്കലാമേ. അയ്യോ, ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? വേറെ ഇടമാ. ഇങ്ങ പക്കത്തിലൊരു ബംഗ്ലാ ഇருக்கு.
அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவன்கிட்ட போய் என் பேரு சொன்னா போதும். போதும். அப்போ உன் பேர் என்ன? என் பேரு சீரு. சீரு சீரு. ரொம்ப தேங்க்ஸ் அண்ணா. ரொம்ப thanks அண்ணா. தலைவரே, நீங்க எங்க போற? நான் அவரு கூட போறேன். இன்னைக்கு இந்த ലോറിയില് നമുക്ക് சேர்ந்து தூங்கலாமே. വേണ്ട ചീരു, ഞാൻ ഇന്ന് അവരുടെ കൂടെ കൂടിക്കോളാം. നമുക്ക് നാളെ കാണാം. നാളെ കണ്ടിപ്പാ വരുവാ. വരും. தலைவரே, ആ. நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட்டு நான் தனியா தானீங்க. கடவுளே. വില്യമേ, എന്താ മകനെ വഴി തെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ, ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായ വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ ഞാനുണ്ട്. കമ്പനിക്ക് അതെ, ഞങ്ങള് ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് വേണേ. ഒരു ഹെൽപ്പും വേണ്ട. Help വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. അയ്യേ, ദേ പോകുന്നു. ഇയാളെന്താ കുറുക്കനാണോ? പോകുന്നുണ്ടല്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ വേഗം നടക്കും മീനു. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വിനോദ ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണ് കാണണ്ടേ? ഇവരിതെവിടെ? പന്നിയോ? എവിടെ? വെടികൊണ്ട് പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടളൊക്കെ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നി ഇളകിയാ കാടളയുന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി. നീ ഇതെവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെ ആയിരുന്നു? വന്നേ വാ പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ നടക്കുകയാണോ അതോ ഇഴയുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങൾ വഴിതെറ്റിക്കലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ? അയ്യോ, എനിക്ക് വയ്യ ഇനി നടക്കാൻ. ആരെ കാണുന്നില്ലല്ലോ. ഇത് എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ തന്നെ ഇരിക്കാവുന്ന. സിമി, ഇത് കണ്ടോ? അത് വല്ല പുലിയോ മറ്റോ പിടിച്ചായിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? കാട്ടിലെങ്കിലും പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ? ഒരിടത്ത് തിരുത്തി അവിടെ ഇരിക്കണം. വാ, അത് നിങ്ങൾ കാണാഞ്ഞിട്ടല്ലേ? നടക്ക്. എന്റെ ബാഗ് തന്നെ എവിടൊക്കെ നോക്കിയെന്നറിയോ? ശരി, നിങ്ങൾ പോയിട്ടല്ലേ? ബംഗ്ലാവ് കണ്ടോ? മോനെ, മോനെ, ആരുടെ കരച്ചിലത്? ഇത് അയാളായിരിക്കുന്നേ. ആ രഘുറാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കടി കരുന്നാക്കെ. മതിയായി. വാ, നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ. വിവരം മുത്തങ്ങ വാച്ചറ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കഴുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ല. തട്ടിക്കളയും ഞാൻ.
തട്ട് ഞാൻ. ഇവിടെ ഉണ്ടടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മങ്കൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വിളിപ്പുറത്താണ് ഞാൻ. ആരെയും കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്? എലിഫന്റ് ടീത്ത്. ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ലു പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുകയില്ല. എന്നെ ആരാ? ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനൊരു ബംഗ്ലാവ് ആരും കാണുന്നില്ലല്ലോ. ആരാത്? സത്യം പറ. ബോയ്സിന്റെ സൗണ്ട്, ഗേൾസിന്റെ സൗണ്ട്. അതായത് ഫോറസ്റ്റ് ഓഫീസാണോ അതോ ബ്രോത്തൽ ഹൗസ്? ചുറ്റിക്കളിക്ക് ചുറ്റുപാടുണ്ടാക്കി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കുന്ന പണിയാണ് നിനക്ക്. അല്ലടാ ഭാസ്കര? ഭാസ്കര, ഭാസ്കര, ഓ അയാൾ ഇതിനകത്തുണ്ടാവില്ല. ഭാസ്കര, ഭാസ്കര ഭാസ്കര എന്ന് വിളിച്ച് ഇവിടെ നിന്നോ. ദേ നമുക്ക് പോവാട്ടോ. വിനോദ, ഈ പാതിരാത്രി ഇനി എങ്ങോട്ട് പോവാനാ? ഇത്രയും നേരം വിളിച്ച അയാളെ കണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഇനി ഒരു കാര്യമില്ല. വല്ല മരച്ചോട്ടിലോ മറ്റു പോയി കിടന്നുറങ്ങാം. നിങ്ങൾ വയ്ക്കോ, ഞാനില്ല. വല്ല കാട്ടാനായിട്ട് ചവിട്ടുകൊണ്ട് ചാവാൻ. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തുവാശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പം കാട്ടിലായാലും. ഞാൻ ആനച്ചാലിൽ കൂടെ ഒറ്റ വിടല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമുക്ക് നല്ല മൈലേജ് അല്ലേ? ഇവിടെ വന്നപ്പോ വാതിൽ തുറന്നു കൊടുക്കും. അപ്പൊ വാച്ചർ ഭാസ്കരൻ എവിടെ പോയി? ഭാസ്കർ ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. ഭാസ്കരല്ലേ രാത്രിയിലെ മഞ്ഞല്ലേ എവിടെയും ചെറിയ ചുറ്റികളി കാണുന്നേ. നിങ്ങൾ അകത്തേക്ക് മഞ്ഞോളാതെ. ഗേൾസ്, നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്. മറക്കരുത്. പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് 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 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എങ്ങനെയുണ്ട് ഈ കൊട്ടാരം? കൊള്ളാം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് വാച്ച്മാൻ ഭാസ്കരൻ ഈ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നത്. 100 വർഷത്തെ പൊടിയോ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൊടുങ്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്ക്. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം. അതാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ സായിപ്പിനുണ്ടായിരുന്ന കോൺസെപ്റ്റ്. പക്ഷേ കൊട്ടാര സൂക്ഷിപ്പുകാരൻ ഭാസ്കറിന്റെ കോൺസെപ്റ്റ് വേറെയാണ്. കാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാട്. വാ, റൂംസ് ഒക്കെ നല്ല റോയൽ ടച്ച് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഭാഗത്തുള്ള റൂംസ് ലേഡീസ് കൊടുക്കാം. അവർക്കാണ് കൂടുതൽ പ്രൈവസി വേണ്ടത്. ലേഡീസ് പ്ലീസ്. നമുക്ക് ആ സൈഡിൽ ഒതുങ്ങാം. എന്താ? നമ്മളോ? കൂടെ കിടത്താൻ പറ്റിയ ഒരാള്, അതും നല്ല ഫോമില്. എന്റെ ഫോമിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല വിനോദ. ഇയാളില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പല നായുടെ തരുടെ വായി പോയി ചത്തനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മാഷേ, ഇതാണ് മനുഷ്യന്റെ കാര്യം. നന്ദി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു. വെരി ബാഡ്. എന്താ ഇത്? ഇതോ? ആ, ഇത് കോടാലി. അത് മനസ്സിലായി. ഇത് എന്തിനാ? വെറുതെ അങ്ങോട്ട് ചെയ്യുന്ന മുറി തുറക്കത്തില്ല. പിന്നെ ഭാസ്കറിന്റെ കയ്യിലെ താക്കോല്. വി ആർ ഇൻട്രൂഡേഴ്സ്, സ്ട്രേഞ്ചേഴ്സ്, ട്രസ്പാസേഴ്സ്. നമ്മൾ അതിക്രമിച്ച് കടന്നവരാ. നമുക്ക് മുറി തുറക്കണമെങ്കിൽ വെട്ടിപ്പൊളിക്കണം. ഇത് നമുക്ക് കോടാലിയെ ഉറപ്പാ. പാപി ചെല്ലുന്നിടം പാതാളെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കണ്ടിട്ട് ഈ വീട്ടിലും എന്തൊക്കെയോ ഉണ്ട്. എന്ത്? ദേ തുറച്ച നോട്ടം കണ്ടില്ലേ? ആരുടെ? ഈ സായിപ്പിന്റെ. ആരാണോ വലിയ വാരി നിലവിളിച്ചത്? അയ്യോ, ചോര. കൈ മുറിഞ്ഞോ? അല്ല, മച്ചന്റെ മോളിന് ചോര. അയ്യോ, ഇത് ചോര തന്നെയാണ്. കണ്ടില്ലേ? നല്ല കട്ട ചോര. പക്ഷേ മനുഷ്യ ചോരയല്ല. നോട്ട് ഹ്യൂമൻ ബ്ലഡ്. വിനോദേ വാ, നമുക്ക് മോളിൽ പോയി നോക്കാം. വാ. വേണ്ട. അയ്യോ, രക്തദാഹികളും മാംസക്കുതിയന്മാരും അലഞ്ഞു നടക്കുന്ന താഴ്വരയാണിത്. സൂക്ഷിക്കണം. അതും നിങ്ങളെ പോലുള്ള സുന്ദരികളായ പെൺകുട്ടികൾ. നിങ്ങൾക്കും അവരോട് ഒന്ന് പോയിക്കൂടെ? ഞാൻ പോടാം. പ്ലീസ്. ശരിക്കും പ്ലീസ് പ്ലീസ്. ഓക്കെ. ഇതിന്റെ മുകളിൽ ഇപ്പൊ എങ്ങനെ കേറുക? അച്ഛനെ കയറി നോക്കാനൊന്നുമില്ല. വളരെ പൗരാണികമാണ്. പൊത്തിപ്പിടിച്ച് കയറിയാൽ ചിലപ്പോൾ നടുക്കി. പൂച്ചയും മരപ്പറ്റി തമ്മിലുള്ള മൽപ്പിടുത്തം. ഇറച്ചിക്ക് വേണ്ടി ഈ മൗസ് മീറ്റ്, എലിയുടെ ഇറച്ചി. വാ പോവാം. ഒരു കുഴപ്പമുണ്ട്. നല്ല മൊത്തം കുഴപ്പം.